ഹലോ ഗൈസ്, നമുക്കിന്നൊരു ആട്ട വെച്ചിട്ടൊരു ഇലയട ഉണ്ടാക്കാമേ. അത് നമ്മൾ കല്ല് ചുട്ടെടുക്കുന്ന ഓട്ടട പോലെയാണ് എടുക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 2 കപ്പ് ആട്ട, ഒരു ഒരു ശർക്കരയുടെ പകുതി, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഏലക്ക, ഒരു 3 ഏലക്ക പൊടിച്ചത്, ജീരകം, അരമുറി തേങ്ങ, ഇത്രയാണ്. എന്നിട്ട് നമുക്കിനി സ്റ്റൗ ഓണാക്കി നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാമേ. ശർക്കര മുഴുവനായി ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, ഉരുകി വന്നിട്ടുണ്ട്. നന്നായിട്ട് ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കായും ജീരകവും ഇടാം. നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക, നന്നായിട്ട് കൂട്ടിയിളക്കുക. ഈ മിശ്രിതത്തിൽ അല്പം ഉപ്പുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റായിരിക്കും. ചിലർ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീസ്പൂണ് നെയ്യ് കൂടി ചേർക്കാം. നല്ല ടേസ്റ്റായിരിക്കും, ഒരു പ്രത്യേകതരം ഫ്ലേവറായിരിക്കും. ഒന്ന് ചെയ്ത് നോക്കണേ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ തേങ്ങയും ജീരകവും ഏലക്കയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആറാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ കൂട്ട്, നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് തണുക്കുമ്പോഴേക്കും നമുക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനകത്ത് മാവിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഞാനൊരു 200 ml ഗ്ലാസ്സിലാണ് 2 കപ്പ് ആട്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആദ്യം കുഴയ്ക്കാമേ. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അത്രയും ഹാർഡായിട്ടല്ല, അതിലും ഒരു കുറച്ചുകൂടെ അതിലും ഒരു ലേശം വെള്ളം കൂടെ കൂട്ടി വേണം നമ്മൾ മാവ് മിശ്രിതം തയ്യാറാക്കാനായിട്ട്. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ ഓരോന്നായിട്ട് പരത്തിയെടുക്കാമേ. പരത്തിയെടുക്കുക ഇലയിലോട്ട്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് അതിൻ്റെ ആവശ്യാനുസരണം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഇവിടെ ബാക്കിയുള്ള മാവും ഇങ്ങനെ ഇലയിൽ ഓരോന്നോരോന്നായി പരത്തി നമുക്ക് മാറ്റി വെക്കാമേ. അങ്ങനെ നമ്മൾ 2 കപ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയ ആട്ടയുടെ ഇലയട റെഡിയായിട്ടുണ്ട്. ഇതിന് നമുക്ക് കല്ലിൽ ചുട്ടെടുക്കാവേ. എനിക്കൊരു 6 അട ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നേ ഈ 2 കപ്പ് മാവിൻ്റെ. നമുക്ക് കല്ല് വയ്ക്കാവേ. ചൂടായി വരുന്ന കല്ലിലേക്ക് നമുക്ക് ഇലയട ഇടാമേ. ചുട്ടെടുക്കാം. പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഭാരം വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടുമേ. നമുക്ക് കല്ലിൽ ചുട്ട ആട്ടയടയും കൂട്ടി ചായ കുടിക്കാമേ. നല്ല ടേസ്റ്റി സോഫ്റ്റുമാണ്. ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല സോഫ്റ്റാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്, സോഫ്റ്റാണ്. വൈകിട്ട് ഈവനിങ് സ്നാക്സ്
ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. വൈകിട്ടൊക്കെ എണ്ണയില്ലാത്തൊരു പലഹാരമായിട്ട് 4 മണിക്കൊക്കെ ചായ ഇടുമ്പോഴും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും നന്നായിട്ട് ഉണ്ടാക്കി നോക്കണേ.